ഷഹീദിനെ കുറിച്ച് പല തമാശകളും ആ പേരിന്റെ പേരിൽ ഉണ്ടായിരുന്നു. എന്റെയും ആദ്യകാലത്തെ ഒരു ധാരണ ഷഹീദ് മുസ്ലിം ആണെന്ന്. പക്ഷെ നമുക്കിപ്പോൾ ഏത് ജാതിയാണെങ്കിലും വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് അബദ്ധമൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഹൈക്കോടതിയിലെ ഒരു മുസ്ലിം ജഡ്ജി അദ്ദേഹത്തിന്റെ മകൾക്ക് ഷഹീദുമായി വിവാഹാലോചന നടത്തിയതായി കേട്ടിട്ടുണ്ട്. ഷഹീദ് കോടതിയിൽ മാതൃഭൂമിയുടെ നിയമകാര്യ നിയമകനായിരുന്നു. എല്ലാ ജഡ്ജിമാർക്കും ഷഹീദിനെ വലിയ താല്പര്യമായി. കാരണം ഷഹീദ് വിചാരിച്ചാൽ മാതൃഭൂമി പത്രത്തിൽ ആ ജഡ്ജിയുടെ പേര് ഇതിനെ കോടതി വിധിയാണ് പരാമർശവും വരും. അപ്പൊ അങ്ങനെ ഷഹീദ് ഒറ്റനോട്ടത്തിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് കരുതി പലർക്കും പല അബദ്ധങ്ങളും സംഭവിച്ചു. പക്ഷെ ഷഹീദ് എന്ന പേരിന്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. പവിത്രൻ തന്നെയാണ് തന്റെ സഹോദരിയുടെ മകന് ആ പേര് നൽകിയത്. മതമില്ലാത്ത ജീവൻ എന്നത് നമുക്കെല്ലാം പരിചയമുള്ള ഒരു പ്രയോഗമാണ്. MA ബേബി കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഇറക്കിയ പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠം ഉണ്ടായിരുന്നു. അത് മതത്തിനെതിരെയുള്ള വിമർശനമായി കരുതേണ്ട കാര്യമൊന്നുമില്ല. ജീവൻ എന്നത് പൊതുവെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ജീവൻ എന്ന കുട്ടിക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കും ആക്ഷേപം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് അത് വലിയ തോതിലുള്ള വിമർശനത്തിനും ആക്ഷേപത്തിനും കാരണമായി. MA ബേബിക്ക് അത് ചില തിരുത്തലുകൾ വരുത്തേണ്ടി വന്നു. അന്ന് ചില ക്രൈസ്തവ പുരോഹിതന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ബേബി നിയമസഭ കാണില്ല. ഏറെക്കുറെ അതുകൊണ്ട് അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും ശോഭനമായി വികസിക്കേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യമാണ് മതമില്ലാത്ത ജീവൻ എന്ന സ്കൂൾ പാഠപുസ്തകത്തിലെ പാഠത്തിലൂടെ അദ്ദേഹം സ്വയം വരിച്ചത്.